Good morning friends, welcome to England online classes. Yes, in this video we are discussing the grammar questions which appeared in Kerala +1 English previous year question papers. That is, there are the questions from 6 question papers, that is from 2016 to 2020, and one question paper of the last improvement examination, right? Dear friends, you know, to score A plus in English is not as much difficult, right? Because if you have a habit of reading and if you know the format and layout of the discourses, you can score from that part in full, right? But you should have a habit of reading, that is very important. കൃത്യമായിട്ട് പാഠം വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഓരോ ഡിസ്കോഴ്സിൻ്റെയും ഫോമാറ്റ് കാര്യങ്ങൾ അതങ്ങനെ വിലയിരുത്തുന്ന കൃത്യമായിട്ട് അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഭാഗത്തുനിന്ന് ഫുള്ള് മാർക്കും വാങ്ങാൻ പറ്റും. ആൻഡ് in the case of grammar questions, there should be steady practice, then only you can score full, right? Yes. Now let us begin with the question from the examination March 2020. Okay, this was the first question. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ, you have to read the question and write the answers yourself and see the answers. In that way you have to move on, right? First one was this: use appropriate forms of the words given in the brackets to fill in the blanks. You can see some words are there in the bracket. Here get is there and here follow is there. It is the 5th and 6th questions. These are the 5th and 6th questions, right? Then you have to read it and you have to write here the suitable form of these words. ഒന്ന് ശ്രമിച്ചു നോക്ക്, try it yourself. റെഡി? നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇത് നോക്കണേ, എന്താ ഇവിടെ നമ്മൾ നോക്കേണ്ടത്? ഇവിടെ യു ക്യാൻ സീ ദാറ്റ് these two sentences are if clauses. അറിയാലോ, ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. I think it is there in 8th standard, right? There are really 4 types of conditionals are there, but we are discussing 3 types of conditionals, you know. That is, first one is type 1, type 2 and type 3. 0 type is there, you know that. And you know how will be the verb pattern, or how is the verb pattern in 2 clauses. That I mean that in if clause and the main clause. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ കുറച്ച് 8ാം ക്ലാസ് കുറച്ച് ദൂരത്ത് ബാക്ക് ഒന്ന് പോയാലോ. നമ്മളൊന്ന് ചൊല്ലി പഠിച്ചതാണ്. ഇഫ് ഐ വർക്ക് ഐ വിൽ പാസ്, ഇഫ് ഐ വർക്ക്ഡ് ഐ വുഡ് പാസ്, ഇഫ് ഐ ഹാഡ് വർക്ക്ഡ് ഐ വുഡ് ഹാവ് പാസ്ഡ്. അറിയാലോ, പാസ്ഡ് അറിയാലോ. അതായത് ആദ്യത്തേതാകുമ്പം ഇവിടെ V1 പ്രസൻ്റ് വരിക, അവിടെ വിൽ പ്ലസ് V1 വരിക. രണ്ടാമത്തതാകുമ്പോൾ ഇവിടെ V2 ആണ് വരിക. രണ്ടാമത്തെ V2, ഇവിടെ വുഡ് പ്ലസ് V1 എന്ന് പറഞ്ഞാൽ അത് വിൽ V1ൻ്റെ V2 തന്നെയാണ്, രണ്ടാമത്തെ രൂപമാണ്. ഇനി മൂന്നാമത്തതാകുമ്പോൾ ഹാഡ് പ്ലസ് V3, അവിടെ വുഡ് ഹാവ് പ്ലസ് V3 വരിക. ഓർക്കാൻ നല്ല എളുപ്പമാണ്. നമ്മളിതിൻ്റെ ഉത്തരത്തിലേക്ക് പോയാലോ, എഴുതിയാൽ ശരിയല്ലേ നോക്കണേ. ഇഫ് ഐ ഗെറ്റ് എന്നാണ് ഇവിടെ ഗെറ്റിൻ്റെ രൂപം എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോസ് ആണ് നോക്കേണ്ടത്. ഷാൾ ഗോ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇഫ് ഐ വർക്ക് ഐ വിൽ പാസ് രൂപത്തിലാണ്. അപ്പോൾ ഇവിടെ ഷാൾ ഗോ ഉള്ളതുകൊണ്ട് ഇവിടെ V1 വേണ്ടി വരിക. V1 ആകുമ്പോൾ ഗെറ്റ് തന്നെയാണ് വരിക. പിന്നെ ഐ ഫസ്റ്റ് പേഴ്സൺ ആയതുകൊണ്ട് എസ് ഒന്നും ആവശ്യമില്ല, യുദേവിൻ്റെ ഒപ്പം എസ് ആവശ്യമില്ല. അപ്പോൾ ഇഫ് ഐ ഗെറ്റ് എന്നായിരിക്കും വരിക. ക്ലിയർ അല്ലേ? ഇവാനിച്ച് സെഡ് ടു ഹിസ് ബ്രദർ ഇഫ് ഐ വേർ യങ്. നോക്കൂ, ഇവിടെ ഇഫ് ക്ലോസിൽ വേർ V2 ആണ്. ഇപ്പോൾ ഇവിടെ എന്താ വേണ്ടി വരിക? വുഡ് പ്ലസ് V1 വേണ്ടത്. ഇപ്പോൾ വുഡ് ഫോളോ എന്നാ വരിക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ശരിയായിരിക്കുമല്ലോ. ഇഫ് ഐ ഗെറ്റ് ഐ ഷാൾ ഗോ, ഇഫ് ഐ വേർ യങ് ഐ വുഡ് ഫോളോ. 2 മാർക്ക് ഉറപ്പിക്കാമല്ലോ. ഇഫ് കോഴ്സ് ഞങ്ങൾ ചെയ്യുമല്ലോ.
അടുത്തതിന് വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഇഫ് ഐ ഹാഡ് ബീൻ എന്നാണെങ്കിൽ എങ്ങനെ വരുമായിരുന്നു? ഐ വുഡ് ഹാവ് ഫോളോവ്ഡ് എന്ന് വരുമായിരുന്നു. ഇത് മൂന്നുമാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ഡിയേഴ്സ്, വെരി സിമ്പിൾ റൈറ്റ്. നെക്സ്റ്റ്, complete the following sentences to know how Gupta would report his conversation with Maggie. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ചോദ്യം വായിക്കുമ്പോൾ. Here the report is Gupta itself. Then the pronoun will be pronoun should be changed according to that situation. അങ്ങനെ ആവണം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരേണ്ടത്? it should be corresponding to വാട്ട് ഗുപ്തക്ക് പറ്റിയതായിരിക്കും അവിടെ. ഗുപ്തയാണ് പറയണത്, നമ്മളല്ല. അപ്പം അത് ശ്രദ്ധിക്കണം, നമ്മൾ തെറ്റും. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാം ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആക്കുക എന്ന് പറയുമ്പോൾ ചോദ്യം വായിക്കാതെ ചെയ്താൽ തെറ്റും. അതുകൊണ്ടാണ് പറയണത്. ദ ക്വസ്റ്റ്യൻ ഈസ് ദിസ്: ഗുപ്ത ആസ്ക്ഡ് വാട്ട് ഈസ് ഇറ്റ് മാഗി. മാഗി റിപ്ലൈഡ് കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഐ വിൽ ടെൽ യു. ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വാട്ട് ടൈപ്പ് ഓഫ് എ സെൻറ്റൻസ് we are what type of a sentence are we going to report എന്നാണ്. എങ്ങനത്തെ സെൻറ്റൻസാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നോക്കേണ്ടത്. അത് സാധാ സെൻറ്റൻസ് ആണെങ്കിൽ നമുക്കറിയാം. അതായത് റിപ്പോർട്ട് ആദ്യം പറയുന്ന ആൾ പറഞ്ഞിട്ട് റിപ്പോർട്ടിംഗ് വേർബ് അത് പലതും ആവാം. സേ ആവാം, ടെൽ ആവാം, അതുപോലെ തന്നെ റിപ്ലൈ ആവാം, എക്സ്പ്ലെയിൻ ആവാം, സ്റ്റേറ്റ് ആവാം, ഡിക്ലെയർ കുറേ എണ്ണം ഉണ്ട്. നമ്മൾ സാധാരണ വരുന്നത് ഏതാണ്? ടെല്ലും അതുപോലെ തന്നെ സേയും റിപ്ലൈ ആണ്. കേട്ട ആളെ പറയുന്നെങ്കിൽ നമ്മൾ ആരോടാണോ പറയുന്നത് അത് പറയുന്നുണ്ടെങ്കിൽ അവിടെ ടെല്ല് പറയലാണ് നല്ലത്. പിന്നെ വേണമെങ്കിൽ സേ ടെൽ എന്നതിന് ശേഷമൊക്കെ ഒരു ഒബ്ജക്റ്റിൻ്റെ രീതി വരുവാണെങ്കിൽ ആ ദാറ്റ് ഒഴിവാക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ദാറ്റ് പറയലാണ് വൃത്തി, ഭംഗി. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാം, അങ്ങനൊരു റൂളുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ അസർട്ടീവാണ്. സാധാ സെൻറ്റൻസാണ്. സാധാ സെൻറ്റൻസ് എങ്ങനെ തിരിച്ചറിയാം? സബ്ജക്റ്റ് കൊണ്ടാണ് തുടങ്ങുക, പിന്നെ വേർബ് ഉണ്ടാവും, SVO പാറ്റേണിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ദാറ്റ് വെച്ചിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തി എഴുതാം. മാറ്റം എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ ടെൻസ് മാറും. നിങ്ങൾക്കറിയാം എല്ലാ പ്രസൻറ്റ് ടെൻസുകളും പാസ്റ്റ് ആവും. ഞാനൊരു ഉദാഹരണം പറയാം ഓർക്കാൻ വേണ്ടി. വർക്ക്ഡ് ആവും, വർക്കും വർക്ക്സിലും വർക്ക്ഡ് ആവും. ഈസ് ആം ആ വർക്കിംഗ്, വാസ് വേർ വർക്കിംഗ് ആവും. ഹാസ് ഹാവ് വർക്ക്ഡ്, ഹാഡ് വർക്ക്ഡ് ആവും. ഹാസ് ബീൻ വർക്കിംഗ് അല്ലെങ്കിൽ ഹാവ് ബീൻ വർക്കിംഗ്, ഹാഡ് ബീൻ വർക്കിംഗ് ആവും. അതുപോലെ തന്നെ പിന്നെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സാധാരണഗതിയിൽ ഹാഡ് പ്ലസ് V3 ആവും. അതും ചില കോണ്ടക്സ്റ്റിൽ മാറ്റാത്ത അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് പിന്നെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പം പരീക്ഷയ്ക്കുള്ള കാര്യമേ പറയണുള്ളൂ. അപ്പോൾ ഹാഡ് പ്ലസ് V3 ആക്കി എഴുതുക. പിന്നെ അതേപോലെ വാസ് ഓർ വേർ ING ആണെങ്കിൽ നമ്മളതിനെ ഹാഡ് ബീൻ പ്ലസ് ING ആക്കി മാറ്റേണ്ടി വരും. വില്ല് ഷുഡ് അങ്ങനെ ഏതെങ്കിലും പിന്നെ മോഡൽസൊക്കെ വരികയാണെങ്കിൽ അതിനെ മാത്രം പാസ്റ്റ് ആക്കുക. അല്ല വില്ല് ഷാൾ, അതായത് വിൽ വർക്ക് ആണെങ്കിൽ വുഡ് വർക്ക്, ഷാൾ വർക്ക് ആണെങ്കിൽ ഷുഡ് വർക്ക്, മേ വർക്ക് ആണെങ്കിൽ മൈറ്റ് വർക്ക്. അതൊക്കെ നല്ലോണം ആലോചിക്കുക. ഒരു ഹാഡ് മാത്രമേ സെൻറ്റൻസിലുള്ളെങ്കിൽ ഹാഡ് ആവും, നമുക്കറിയാം. അതുപോലെ ഈ വാസ് വേർ മാത്രമുള്ളെങ്കിൽ ഹാഡ് ബീൻ ആവും. ഇതൊക്കെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ടെൻസുമായിട്ട് ബന്ധപ്പെട്ട. അതുപോലെ തന്നെ നമുക്കറിയാം പ്രോനൗണുകൾ പറയുന്ന ആൾക്ക് അനുസരിച്ച് ഫസ്റ്റ് പേഴ്സൺ മാറ്റണം. അതായത് പറയുന്ന ആൾക്കനുസരിച്ച് ഐയും വിയും യു ഒക്കെ വന്നാൽ അത് ഹിയോ ഷിയോ ദയായിട്ട് മാറേണ്ടി വരും. അതേപോലെ കേൾക്കുന്ന ആളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അയാളെപ്പറ്റി പറയുമ്പോൾ അത് ഇതേപോലെ യു എന്നൊക്കെയുള്ളൂ അതേപോലെ മാറേണ്ടി വരും. അത് പിന്നെ ആണാണോ പെണ്ണാണോ നോക്കിയാൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം. അതുപോലെ ടൈമിലും പ്ലേസിലും നിയർനെസ് കാണിക്കുന്ന വാക്കുകളൊക്കെ എന്തായി മാറും? ഡിസ്റ്റൻസ് കാണിക്കുന്നതായിട്ട് മാറും. അതറിയാലോ. ദിസ് ദാറ്റായിട്ട് മാറും, നൗ ദെന്നായിട്ട് മാറും, ടെനൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് ആയിട്ട് മാറും. അതേപോലെ തന്നെ ടെഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയിട്ട് മാറും. യെസ്റ്റർഡേ ദ ഡേ ബിഫോർ ആവും, അല്ലെങ്കിൽ ദ പ്രീവിയസ് ഡേ ആവും. അതേപോലെ ലാസ്റ്റ് എന്ന് വന്നാൽ അത് പ്രീവിയസ് ആവും. അതേപോലെ നെക്സ്റ്റ് എന്ന് വരുന്നത് ഫോളോയിങ് ആവും. ഇതൊക്കെ നമുക്കറിയുന്നതാണ്, ശ്രദ്ധിച്ച്. അതേപോലെ എഗോ വന്നാൽ ബിഫോർ ആവും, ഒക്കെ നമുക്കറിയുന്നതാണ്. ഹിയർ ദെയർ ആവും, ഹെൻസ് ദെൻസ് ആവും, ഒക്കെ നമുക്കറിയുന്നതാണ്. ഹെൻസ് ഫോർത്ത് ദെൻസ് ഫോർത്ത്, അതൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. റെഡിയല്ലേ? പിന്നെ ഇനി ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. അവിടെ നമ്മൾ ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കേണ്ട വാക്ക് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ്. അതില്ലെങ്കിൽ ഇഫോ അല്ലെങ്കിൽ വെതറോ വെക്കണം. അതായത് എസ്1 ക്വസ്റ്റ്യനിലാണ് അങ്ങനെ വരിക. എസ്1 ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചറിയാം, അത് തുടങ്ങുന്നത് ഒരു ഓക്സിലറി കൊണ്ടായിരിക്കും, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. വിശദമായിട്ടൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ചിലതൊക്കെ വിട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ അതേപോലെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
അതിലെ ആ സ്ട്രക്ചർ മാറുന്നതാണ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ ചോദ്യം പറയുമ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ വേർഡ് ഓക്സിലറി സബ്ജക്റ്റ് ആണ്, വേർബാണ്, അത് നേരെ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് ചെയ്യുന്ന ആ സാധനത്തിനെ നമ്മളൊരു നോൺ ഫ്രേസ് ആക്കി ദാറ്റ് കൊണ്ട് തുടങ്ങുന്ന നോൺ ഫ്രേസ് അല്ലെങ്കിൽ ഇഫ് കൊണ്ടോ അതല്ലെങ്കിൽ പിന്നെ ആ ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടോ തുടങ്ങുന്ന നോൺ ഫ്രേസ് ആക്കി മാറ്റുക, അതിൻ്റെ യുക്തി. അങ്ങനെ വരുമ്പം ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറും. അപ്പോൾ എങ്ങനെ വരിക? ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡോ അല്ലെങ്കിൽ ഇഫോ പറയും, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് പറയണം, പിന്നെ നേരിട്ട് വെർബ് പറയണം. അങ്ങനെ നമ്മൾ പറയേണ്ടി വരിക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് അറിയെങ്കിൽ തെറ്റാ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ അതൊന്ന് ചെയ്ത് നോക്കുമോ നിങ്ങൾ? ഇവിടെ നോക്ക്, വാട്ട് ഈസ് ഇറ്റ് മാഗി എന്നാണ്. വാട്ട് ഈസ് ഇറ്റ് മാഗി. പിന്നെ റിപ്പോർട്ടിങ് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ യെസ് വന്നാൽ നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ്ലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നോ വന്നാൽ നെഗറ്റീവ്ലി എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ കോണ്ടക്സ്റ്റുകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. നോ വന്നാൽ ചിലപ്പോൾ ഡിസഗ്രി എന്ന് പറയേണ്ട സ്ഥലങ്ങളുണ്ടാവും, അതുപോലെ തന്നെ പിന്നെ റെഫ്യൂസ് പറയേണ്ട സ്ഥലങ്ങളുണ്ട്. സാധാഗതിയിൽ ഇങ്ങനെ പറഞ്ഞാൽ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് മാർക്ക് കിട്ടും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. റെഡിയല്ലേ? ഇനി ഇമ്പറേറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണ് ഇമ്പറേറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ ടു ചേർത്തിട്ട് V1 ചേർത്ത് നേരെ പറഞ്ഞാൽ മതി. നെഗറ്റീവ് ആണെങ്കിൽ നോട്ട് ടു ചേർത്ത് പറയണം. കിട്ടുമല്ലോ? ഇതൊക്കെ വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് ചെയ്തോ. ഇതിലൊക്കെ എല്ലാ മാർക്കും നിങ്ങൾക്ക് കിട്ടും. ഗുപ്ത ആസ്ക്ഡ് വാട്ട് ഈസ് ഇറ്റ് മാഗി എന്നാണ്. ഇവിടെ ഇൻവെർട്ടർ കോം അങ്ങനെയാണ്, മാറിപ്പോയത് കേട്ടോ, സാരമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വാട്ട് ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം SWH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ള ചെറിയ ധാരണ ഞാൻ പറഞ്ഞു, ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇതേപോലെ ഇത് രണ്ടാമത്തെ ഈ ഭാഗം നിങ്ങൾക്കറിയാം, ഇതൊരു ഇമ്പറേറ്റീവിൻ്റെ ഒരു സ്വഭാവമുള്ളത്, തുടങ്ങുന്നത് വേർബ് കൊണ്ടാണ്. ഇവിടെ ഏതുണ്ട് ഒരു സാധാ സെൻറ്റൻസ്, രണ്ടും കൂടി ചേർത്ത് നമുക്ക് പറയാൻ പാണെങ്കിൽ. റെഡിയല്ലേ? ശ്രമിച്ചു നോക്കൂ. എഴുതി ഉത്തരം എഴുത്. റെഡിയല്ലേ? ഇവിടെ ആരോടാ ചോദിച്ചത്? ഗുപ്ത ആസ്ക്ഡ് മാഗി വാട്ട്, പിന്നെ ഞാൻ പറഞ്ഞു സബ്ജക്റ്റാ വെക്കേണ്ട ഇത് ഇറ്റ് ഈസ് വാസ് ആവും. അപ്പം അങ്ങനെ വരിക, ഗുപ്ത ആസ്ക്ഡ് മാഗി വാട്ട് ഇറ്റ് വാസ്. റെഡിയല്ലേ? ഇവിടെ പറഞ്ഞു ആവശ്യപ്പെട്ടുള്ളത് മതി. പറഞ്ഞാൽ നിങ്ങൾ മാഗി ടോൾഡ് ആരോടാണ്? ഗുപ്ത ആസ്ക്ഡ് മാഗി. ഇവിടെ അദ്ദേഹം പറയുമ്പോൾ എങ്ങനെയാണ് പറയാം? സോറി കേട്ടോ, അദ്ദേഹം പറയുമ്പോൾ എങ്ങനെയാണ് പറയാം? ഐ ആസ്ക്ഡ് മാഗി വാട്ട് ഇറ്റ് വാസ്. മാഗി ടോൾഡ് മീ ടു കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഷീ വുഡ് ടെൽ മീ. ഇവിടെ ശ്രദ്ധിക്കണം, മാഗിയാണ് പറയുന്നത്, അപ്പം സ്ത്രീ ആയതുകൊണ്ട് ഷീ ആവണം. അതുപോലെ തന്നെ പിന്നെ ടെല്ല് നമുക്കറിയാം, വുഡ് വിൽ ടെൽ, വുഡ് ടെൽ ആക്കിയാൽ മതി. യു എന്ന് പറയുന്നത് ഗുപ്തയാണ്, അതുകൊണ്ട് മീ ആയാൽ മതി. ക്ലിയർ ആണല്ലോ? ശ്രമിച്ചു നോക്കൂ. ഇങ്ങനെയല്ല നോക്ക് എഴുതിയത്. ഐ ആസ്ക്ഡ് മാഗി വാട്ട് ഇറ്റ് വാസ്. മാഗി ടോൾഡ് മീ ടു കം ഇൻ ടു ദ സിറ്റിംഗ് റൂം ആൻഡ് ഷീ വുഡ് ടെൽ മീ. കുഴപ്പമില്ലല്ലോ? ഈ ടോൾഡ് ചേർത്തിട്ട് തന്നെയാണ് തരുന്നത്, അതുകൊണ്ട് മാറ്റാത്തിട്ട് വേണമെങ്കിൽ ദാറ്റ് ഇടാം. നമ്മൾ കുഴപ്പമില്ല. ഓക്കെ അല്ലേ? റെഡി അല്ലേ? മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? നൗ let us move on to the next question. Complete the following passage with suitable words selected from the box in the box. ഇവിടെ കണ്ടല്ലോ നിങ്ങൾ. ഓൾദോ, ബട്ട്, നെവർത്തലെസ് നന്നായിട്ട് വായിച്ചു നോക്കണം. ഇതൊക്കെ ഐ തിങ്ക് യു ഹാവ് ലേൺഡ് ഇറ്റ്. ഓൾ ദ കോസീവ് ഡിവൈസസ് നമുക്കറിയുന്നതാണ്. വിത്ത് ഫംഗ്ഷൻ ഇറ്റ് ഈസ് ദർ ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. ഓരോ ഫംഗ്ഷനും അതിൽ വരാവുന്ന എല്ലാ കോസീവ് ഡിവൈസസും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കറക്റ്റ് നമുക്കറിയാം. റെഡി അല്ലേ? കൺസെഷൻ കാണിക്കാൻ, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കാണിക്കാൻ, അതേപോലെ പിന്നെ ചേർക്കാൻ, അഡിഷന്, ഇങ്ങനെ വ്യത്യസ്തമായ ഓരോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒന്ന് ചെയ്ത് നോക്ക്. ഹോക്കിംഗ് ജോയിൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്, ഹിസ് ഫാദേഴ്സ് കോളേജ് ആൻഡ് ദ ഓൾഡസ്റ്റ് അറ്റ് ദ ഓക്സ്ഫോർഡ് ഡാഷ് ഫോർ അബൌട്ട് എ year and a half. He was lonely and bored. Halfway through his second year, he began enjoying Oxford. ശ്രമിച്ചു നോക്കൂ. എഴുതിയിട്ടുണ്ടാവില്ലേ? എളുപ്പമല്ലേ? ഇവിടെ ഒരു എന്നിരുന്നാലിനൊക്കെ സെൻസ് അല്ലേ ഇവിടെ വേണ്ടത്? പിന്നെ വേർത്ത്ലെസ്സാണ് വേണ്ടത്. ഇവിടെ എന്താ വേണ്ടത്? പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള സെൻസാണ്. ഇപ്പം ഏതാ വേണ്ടത്? ബട്ടാണ് വേണ്ടത്. നോക്കണേ, വേർത്ത്ലെസ് ബട്ട്. ക്ലിയർ അല്ലേ? അതൊക്കെ അർത്ഥം കാര്യങ്ങളൊക്കെ പറയാത്തിട്ടോ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫൈ ദ എറർ ആൻഡ് എഡിറ്റ് അപ്രോപ്രിയേറ്റ്ലി. വായിച്ചു നോക്കണേ, ഇതിൽ തെറ്റെന്താ നോക്കിയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടത്. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹീ ക്യാൻ ഗെറ്റ് ത്രൂ സക്സസ്ഫുള്ളി ബട്ട് ഹീ എൻഡഡ് അപ്പ് ഡിസാസ്ട്രസ്ലി ഇൻ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ എ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. What you have to do is you have to read it
ട്വൈസ് ഓർ ത്രൈസ് 2-3 വട്ടം വായിക്കുമ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് വായിക്കുന്ന ശീലം, ഇംഗ്ലീഷ് വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ തലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ തെറ്റ് കറക്റ്റായിട്ട് അവിടെ വരും. റെഡി അല്ലേ? ഇപ്പോൾ ശ്രമിച്ചു നോക്കൂ നിങ്ങൾ. റെഡി? ഉത്തരം എഴുതി നോക്കണേ. എഴുതിയിട്ടുണ്ടാവുമല്ലോ. നോക്ക്. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് ദാറ്റ്. ഹോക്കിംഗ് വാസ് കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് പാസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ദാറ്റ് ഹീ ക്യാൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. എന്തേ പറയാൻ പറ്റുള്ളൂ? ഹീ കുഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഏത് കുട്ടിക്കും മനസ്സിലാവുന്നു മനസ്സിട്ട് വായിച്ചാൽ. ബട്ട് ഈ എൻഡഡ് അപ്പ് ഡിസാസ്റ്റർസ്ലി ഇൻ ദ ബോർഡർ ലൈൻ അല്ല. പ്രയോഗത്തിൽ തെറ്റുണ്ട്, പ്രിപ്പോസിഷനിൽ തെറ്റുണ്ട്, ഇവിടെ ടെൻസിൽ തെറ്റാണ്. ഓൺ ദ ബോർഡർ ലൈൻ എന്നാ പറയാം. ക്ലിയർ ആണല്ലോ? ക്യാൻ അല്ല പറയാം, കുഡാ പറയാം, ഇന്നല്ല പറയാം, ഓണാ പറയാം. അതൊക്കെ വളരെ എളുപ്പം. ഒന്ന് മനസ്സിട്ട് വായിച്ച് ടെക്സ്റ്റ് നല്ലോണം വായിക്കണം. ഇപ്പം +2 മാർക്ക് കിട്ടണമെങ്കിൽ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. നന്നായിട്ട് ആസ്വദിച്ച് വായിക്കണം. അതിൻ്റെ പാറ്റേൺ, അതിലെ പിന്നെ ലാംഗ്വേജ് കൃത്യമായിട്ട് ഉറപ്പിക്കണം. എന്നാലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഡിയേഴ്സ്, now let us move on to the next year's question paper, that is 2019, right? First one is a passage for editing. നന്നായിട്ട് വായിച്ചു നോക്കിക്കോ. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് എഡിറ്റിങ്ങിൻ്റെ പാസേജ് ആണ്. നന്നായിട്ട് മനസ്സിട്ട് വായിക്കുക. പോസ് ചെയ്ത് നിങ്ങൾ ചെയ്യൂലേ? നോക്കണം കേട്ടോ. മണിപ്പൂർ ഈസ് എ ലാൻഡ് ഓഫ് സെവറൽ പോസിബിലിറ്റി. ഇവിടെയൊക്കെ തന്നെ ഒരു ഡിസ്കോഡ് വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ. സെവറൽ ധാരാളം, പോസിബിലിറ്റി അത് മതിയോ? എസ്പെഷ്യലി ഫോർ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്. ദ ടോപ്പോളജി ഓഫ് മണിപ്പൂർ ഓഫേഴ്സ്. ഓഫർ, ഈ ഓഫർ എന്നുള്ള വേർബിൻ്റെ സബ്ജക്റ്റ് എന്താ? നല്ല നോക്ക്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ കേവിങ്, റാഫ്റ്റിംഗ്. ഇവിടെ എങ്ങനെ പറ്റുമോ? പങ്ക്ച്വേഷൻ ഇങ്ങനെ മതിയോ? റോക്ക് ക്ലൈമ്പിംഗ് ആൻഡ് വിൻഡ് സർഫിംഗ്. ഷിറൂയി ഹിൽസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ട്രക്സ് ഇൻ മണിപ്പൂർ. ആൻഡ് നേച്ചർ ലവേഴ്സ് സബ്ജക്റ്റ് നോക്കണേ. ട്രോങ്സ് അങ്ങനെ പറയോ? ദ റോഡ്സ് ലീഡിങ് ഇൻ ദ റേഞ്ച് എന്ന് പറയോ? ക്ലിയർ ആണല്ലോ? ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെവറൽ എന്ന് പറയുമ്പോൾ ധാരാളം എന്ന് പറയുമ്പോൾ പോസിബിലിറ്റി പോരാ. എന്ത് വേണം? പോസിബിലിറ്റീസ് എന്ന് വേണം. ക്ലിയർ അല്ലേ? ടോപ്പോളജി ഓഫ് മണിപ്പൂർ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്, തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ എന്ത് വേണം? യെസ് ചേർക്കണം. നമുക്കത് അയ്യുദേവി ദേ പ്ലൂറൽ അല്ലാത്തതിൻ്റെ, അയ്യുദേവി പ്ലൂറൽ അല്ലാത്തതിൻ്റെ ഒക്കെ ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ ഏത് വേണം? സിമ്പിൾ പ്രസൻറ്റ് യെസ് വേണം, ഓഫേഴ്സ് വേണം. അറിയാലോ? ഇവിടെ അതേപോലെ ദർ ഷുഡ് ബി എ കോമ. നെക്സ്റ്റ് ഹിയർ നേച്ചർ ലവേഴ്സ്, ദാറ്റ് ഈസ് പ്ലൂറൽ. ദെൻ ത്രോങ്സ് പാടില്ല, ത്രോങ്ങേ പാടുള്ളൂ. റൈറ്റ്? ആൻഡ് ദെൻ ലീഡിങ് ടു എന്നാ പറയുക, ലീഡിങ് ഇൻ എന്നല്ല. ക്ലിയർ അല്ലേ? നോക്കണേ. പോസിബിലിറ്റി, സെവറൽ പോസിബിലിറ്റി തെറ്റൊന്ന് എടുത്ത് കാണിച്ചതാണ്. ആൻസർ ഈസ് ദിസ്, പോസിബിലിറ്റീസ്. അതങ്ങനെ എല്ലാം ചെയ്യൂല കേട്ടോ. നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുമ്പോൾ നമ്മളെ മനസ്സിലത് വരും തെറ്റാന്നുള്ളത്. റെഡി അല്ലേ? പോസിബിലിറ്റീസ്, ഓഫേഴ്സ്, റാഫ്റ്റിംഗ് ആൻഡ് പാരാഗ്ലൈഡിങ്, ത്രോങ്സ്, ലീഡിങ് ഇൻ, ലീഡിങ് ടു. അതിൻ്റെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? സെവറൽ എന്ന് പറയുമ്പോൾ പോസിബിലിറ്റീസ്, ധാരാളം എന്ന് പറയുമ്പോൾ പ്ലൂരൽ വേണം. ഇവിടെ സിംഗുലർ ആകുമ്പം എസ് ചേർക്കണം. ഇവിടെ കോമ വേണം. അതേപോലെ തന്നെ ലവേഴ്സ്, നേച്ചർ ലവേഴ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലൂരലാണ്. അപ്പം ത്രോങ് വേണം. ത്രോങ്സ് പറ്റൂല. ക്ലിയർ അല്ലേ? റൈറ്റ്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കൺവെർസേഷൻ ബിറ്റ്വീൻ മാഗി ആൻഡ് മിസ്റ്റർ ഗുപ്ത ഇൻ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഈസ് ഗിവൺ ബിലോ. റിപ്പോർട്ട് ദ കോൺവെർസേഷൻ. ഇത് നമ്മളാ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ തേർഡ് പേഴ്സൺ ആയിട്ട് മാറും. ചോദ്യം ക്ലിയർ അല്ലേ? നന്നായിട്ട് വായിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ടൊന്ന് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? പോസ് ചെയ്ത് നിങ്ങൾ എഴുതൂലേ? എഴുതണം കേട്ടോ. എന്നിട്ട് ചെയ്യാൻ നമ്മളെ കാര്യമാണ്. പരീക്ഷയ്ക്ക് ഫുള്ള് മാർക്ക് കിട്ടാൻ നമ്മൾ ലക്ഷ്യം. ചില കുട്ടികൾക്കൊക്കെ വളരെ കുറഞ്ഞ മാർക്കിന് +ന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയാൽ സുന്ദരമായിട്ട് നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ, ഷാൽ വി മൂവ് ഓൺ. മാഗി ആണ് പറയുന്നത്. സാധാ സെൻറ്റൻസ് ആണ്. അപ്പം എന്ത് മതി? മാഗി സഡ് ദാറ്റ് ഫ്രാങ്ക് ഈസ് എന്നതിന് പകരം ഈസ് എന്തായി മാറേണ്ടി വരും? വാസാവേണ്ടി വരും. ഫ്രാങ്ക് വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മൺറോ നിയർ ദേര ഗാസി ഖാൻ. നമുക്കറിയുന്നതാണ്. സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മിസ്റ്റർ ഗുപ്ത എന്താ ചെയ്യണം? മറുപടി പറയുന്നുണ്ടാവും. പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ. മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് ദാറ്റ്. ഇവിടെയൊക്കെ ദാറ്റ് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇടാം. അതുപോലെ സഡ് ദാറ്റൊക്കെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇടട്ടോ. എഴുതല നല്ലത്. പിന്നെ വെൻ ഐ ഗോ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി വെൻ്റ് എന്നാകും. ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൾ വിസിറ്റ്. മക്കൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട. അത്
ഐഷാള് വീഷാളൊക്കെ വന്നാൽ സാധാഗതിയിൽ ഏറ്റവും ഡിസൈറബിൾ, ഏറ്റവും നല്ലത് എന്ത് ചെയ്യലറിയോ, അത് ഷുഡാക്കി മാറ്റലാണ്. സാധാ സെൻസിൽ കളർലെസ് ഫ്യൂച്ചർ എന്ന സെൻസിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഷാളും, പണ്ടത്തെ ട്രഡീഷണൽ ഗ്രാമർ ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. റെഡി അല്ലേ? ഐഷാൾ വിഷാൾ എന്ന് മാറ്റുമ്പോൾ ഹി ആയി മാറുമ്പോൾ വുഡാവലാണ് കൂടുതൽ ഭംഗി. റെഡി അല്ലേ? ഷുഡിന് മാർക്ക് ഇട്ടേക്കാം, പക്ഷെ നല്ലത് വില്ലാവലാണ്, പിന്നെ വുഡാവലാണ്. വരട്ടെ. വെൻ ഹി വെൻറ്റ് ടു ദ പാർട്ട് ഓഫ് ദ കൺട്രി ഹി വുഡ് വിസിറ്റ്. മാഗി സ്ത്രീയാണ്, ഗേളാണ്. അപ്പോൾ ഹെർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. ക്ലിയർ അല്ലേ? ഇത് വുഡിൻ്റെ തുടർച്ചയെ റൈറ്റ് ഇട്ട്, അതുകൊണ്ട് ഇതൊന്നും റോട്ടൊന്നും ആക്കരുത്, അതറിയാലോ. ഓക്കെ. മാഗി ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇഫോ വെതറോ വെക്കണം, അറിയാലോ. സബ്ജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്നെ വരിക? മാഗി ആസ്ക്ഡ് മിസ്റ്റർ ഗുപ്ത ഇഫ് ഓർ വെദർ ഇറ്റ് വിൽ ബി എന്താവും? വുഡ് ബി ആവും. ഇറ്റ് വുഡ് ബി troublesome for him. ക്ലിയർ? മിസ്റ്റർ ഗുപ്ത നോ എന്ന് പറയുന്നുണ്ട്. അപ്പം നെഗറ്റീവ്ലി എന്ന് പറഞ്ഞാൽ മതി. റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി എന്ന് പറയാൻ വേറെ കുറേ രീതിയിൽ പറയട്ടെ, ഒന്ന് പറഞ്ഞു തരാം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞതെന്നോ അറിയില്ല. മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് വുഡിൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പം എളുപ്പമുള്ളതാണ്. മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് എസ് ഉണ്ടെങ്കിൽ പോസിറ്റീവ്ലിയും ഇത് നെഗറ്റീവ്ലിയും പറഞ്ഞാൽ അത് എളുപ്പമാണ്. മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് സെഡ് ദാറ്റ് ദരാഗാസിഖാൻ വാസ് നോട്ട് വെരി ഫാർ ഫ്രം ഹിസ് പ്ലേസ്. ക്ലിയർ ആണല്ലോ? ഏരിയ ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ. മാഗി സെഡ് ദാറ്റ് ഫ്രാങ്ക് വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മൺട്രോ നിയർ ദരാഗാസിഖാൻ. മിസ്റ്റർ ഗുപ്ത റിപ്ലൈഡ് ദാറ്റ് when he went to the part of the country he would visit her brother's grave and write to her. Maggie asked if whether it would be troublesome for him. Mr. Gupta replied negatively and said that Daragazigan was not very far from this place. എളുപ്പമല്ലേ മക്കളെ? വളരെ 4 മാർക്കാണ് കേട്ടോ, വളരെ എളുപ്പമാണ്, ഒന്ന് മനസ്സിൽ ചെയ്യണം, കുഴപ്പമുണ്ടാവില്ലല്ലോ. Now this is a question that appeared in last year's improvement. You read on, വായിച്ചു നോക്ക്. നല്ല എളുപ്പം, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ സാധനമാണ്, നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം. ബ്രാക്കറ്റുള്ളതിൻ്റെ ശരിയായ രൂപം എടുത്ത് എഴുതാനാണ്. ചെയ്യല്ലോ, പോസ് ചെയ്യല്ലോ. ഈ ഫസൻ ടോൾഡ് ദ പാസഞ്ചേഴ്സ് അബൌട്ട് സ്മോൾ പോക്സ് ദേ ഡാഷ് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. ഇഫ് ക്ലോസ് ആണ്, നേരത്തെ പറഞ്ഞു അതിൻ്റെ രൂപങ്ങളൊക്കെ. ഇവിടെ അതേപോലെ ഇഫ് ക്ലോസ് ആണ്. നമ്മളെന്താ നോക്കേണ്ടത്? ആ 2 ക്ലോസ്, അതായത് മെയിൻ ക്ലോസ് ഇഫ് ക്ലോസും വെർബുകൾ മാത്രം നമ്മൾ പരിഗണിക്കേണ്ടത്. ഇവിടെ നോക്ക്, ഇഫ് ക്ലോസ് തന്നുള്ള അവിടെ ടോൾഡ് എന്നാണ് എന്ന് പറഞ്ഞാൽ V2 ആണ് തന്നിട്ടുള്ളതിലുള്ളത്, ഇഫ് ക്ലോസിലുള്ളത്. അപ്പോൾ അവിടെ എന്താ വേണ്ടി വരിക? വുഡ് പ്ലസ് V1 വേണം. അപ്പോൾ എന്നെ വരിക? വുഡ് ഗെറ്റ് എന്നാണ് വരിക. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കുക, അതേപോലെ ഇവിടെ മെയിൻ ക്ലോസ് തന്നത് വുഡ് ഹാവ് ബീൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ തേർഡ് കണ്ടീഷൻ ഉറപ്പല്ലേ? ഇവിടെ ഹാഡ് പ്ലസ് V3 അല്ലേ വേണ്ടി വരിക? ഹാഡ് റെഫ്യൂസ്ഡ്. റൈറ്റ്? വുഡ് ഗെറ്റ് ഹാഡ് റെഫ്യൂസ്ഡ്. എത്ര സിമ്പിളാ കുട്ടികളെ, മാർക്ക് കളയരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് എഡിറ്റിങ്ങിനാണ്, നന്നായിട്ട് വായിച്ചു നോക്കണം. നല്ല എളുപ്പമാണ് കേട്ടോ, നല്ല വായിച്ചു നോക്കണേ. ചെയ്യല്ലോ. ദ തീം ഓഫ് ചെക്കോവ്സ് സ്റ്റോറി ഈസ് ഫൈൻഡിങ് ഹാപ്പിനെസ്. ഇറ്റ് ഈസ് എ അറ്റാക്ക്. അതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വരും ഒക്കെ തെറ്റാന്നുള്ളത്. ഓൺ മാൻ സെർച്ച് ഫോർ ഹാപ്പിനെസ്. സം ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ റീഡിങ്, drinking and merry making. Some find happiness in serving and sacrifices making for. ഇവിടെയൊക്കെ നല്ല വായിക്കും. ഇതന്നെ ഹാപ്പിനെസ് ഇൻ സെർവിങ്, അതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാത്. പിന്നെ അതേപോലെ തന്നെ സാക്രിഫൈസ് മേക്കിംഗ് എന്നാണോ പറയുക? ആ ഓർഡറൊക്കെ ശരിയാണോ നോക്ക്. ഫോർ ദം സം ഫൈൻഡ് ഹാപ്പിനെസ് ബൈ ലീഡിങ് സ്ട്രിക്റ്റ് അസെറ്റിക് ലൈഫ്സ്. നിക്കോളായ് ഫൈൻഡ്സ് ഹാപ്പിനെസ് ബൈ ഈറ്റിംഗ്. ഇവിടെ കറക്റ്റ് ഉള്ളത് അത് 2 വരുമ്പോൾ നമുക്ക് ഒന്നിൻ്റെ ഉത്തരം അവിടെ കിട്ടിയ അവിടെ റെഡി അല്ലേ? ഹി തോട്ട് കഴിഞ്ഞിട്ട് ഹി ക്യാൻ പറ്റുമോ? ദ പേഴ്സൺസ് ഹാപ്പി ബൈ ഗിവിങ് ദം ഹാഫ് എ ബക്കറ്റ് ഓഫ് വോഡ്ക. ക്ലിയർ? മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ തെറ്റുകൾ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നോക്ക്, എ അറ്റാക്ക് എന്ന് പറയില്ല, ആൻ അറ്റാക്ക് പറയണം. ഹാപ്പിനെസ് ഇന്നല്ല, ഫൈൻ ഹാപ്പിനെസ് ബൈ എന്നാണ് നല്ലത്. സാക്രിഫൈസ് മേക്കിംഗ് ഓർഡർ തെറ്റാണ്, മേക്കിംഗ് സാക്രിഫൈസസ് എന്നാണ്. ഹി തോട്ട് ഹി ക്യാൻ മേക്ക്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ബാക്കിയുള്ളതൊക്കെ നോക്ക്,
ഇറ്റ് ഈസ്, സം ഫൈൻഡ് ഒക്കെ പ്രസൻറ്റിലാണ്. കൂടുതൽ നല്ലത് ഹി തിങ്സ് ഹി ക്യാൻ മേക്ക് എന്ന് പറയലാണ് കൂടുതൽ നല്ലത്. ഇനി അഥവാ ഒരു കുട്ടി ഇങ്ങനെ തോട്ട് വെച്ചിട്ട് മാറ്റുകയാണെങ്കിൽ ഹി കുഡ് മേക്ക് എന്നാക്കി മാറ്റേണ്ടി വരും. റെഡി അല്ലേ? ഇപ്പം രണ്ടിലും മാർക്കിടാൻ സാധ്യത ഉണ്ട്. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ? ഒക്കെ വളരെ ഈസി ആയിട്ട് കുട്ടികളൊന്ന് വായിച്ചു നോക്കിയാൽ കറക്റ്റ് അതിൻ്റെ ഉത്തരം കിട്ടും. റെഡി അല്ലേ? നൗ നെക്സ്റ്റ് വൺ ഈസ് റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെർസേഷൻ. റിപ്പോർട്ട് ചെയ്യുക. ഗ്രറ്റയും ഫാദറും തമ്മിലുള്ളതാണ് കേട്ടോ. അതൊരു സാധാ സെൻറ്റൻസ് ആണെങ്കിൽ ചോദ്യത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചിട്ട് നമ്മൾ ടോൺ മാറ്റിയിട്ട് അസർട്ടീവിനെ ചോദ്യമാക്കാൻ പറ്റും. അതറിയാലോ. വായിച്ചല്ലോ, വായിച്ചു നോക്കുക, എന്നിട്ട് എഴുതാൻ ശ്രമിക്കണേ. റൈറ്റ്, നോക്കാം നമുക്ക്. നിങ്ങൾ എഴുതുന്നുള്ള പ്രതീക്ഷയിലാണ് നിർത്താത്തത് കേട്ടോ. പോസിറ്റ് ചെയ്യാൻ. ഫാദർ ആസ്ക്ഡ് ഗ്രറ്റ, എനിക്ക് എന്തെങ്കിലും വേണോ എന്ന സെൻസിലാണ് ചോദിക്കണത്. എന്താ ഇപ്പോൾ വരിക? ഇഫ് വെദർ ഷീ വാണ്ടഡ് എനിത്തിങ് ഓഫ് ഹർ ഓൺ. റൈറ്റ്, ചോദ്യത്തിൻ്റെ സെൻസിലുകൊണ്ട് എനിത്തിങ് രൂപത്തിൽ മാറ്റിയതിട്ട് നമുക്കറിയാം. പോസിറ്റീവ് പിന്നെ നെഗറ്റീവിലും അതുപോലെ തന്നെ ചോദ്യത്തിലും ചോദ്യത്തിൻ്റെ സെൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതാ പറയേണ്ടത്? എനിത്തിങ് ആണ്. അതറിയാലോ. അടുത്തത് ഗ്രറ്റ റിപ്ലൈഡ് ദാറ്റ് ഷീ, ഇവിടെ നോക്കിയാൽ മതി. ഗ്രറ്റ റിപ്ലൈഡ് ദാറ്റ് ഷീ വാണ്ടഡ് പിക്ചേഴ്സ്, പേഴ്സ് ആൻഡ് ആർക്കിക്കോട്ട്. അറിയാലോ, നമുക്കറിയുന്നതാണ്. നെക്സ്റ്റ്, ഡു യു വാണ്ട് ദം ഇൻ എ ഹൗസ് വിത്ത് ബാൾസ് ഇൻ കിച്ചൺ എന്നാണ്. സ്വർണ്ണ ക്വസ്റ്റ്യൻ അല്ലേ? മാറ്റി പറയും. ഫാദർ ആസ്ക്ഡ് ഗ്രറ്റ, അഗെയിൻ ആസ്ക്ഡ് ഹെർ എന്ന് പറഞ്ഞാലും മതി, മോൾ വന്നതുകൊണ്ട്. ഇഫ് ഷീ വാണ്ടിഡ് ദം ഇൻ എ ഹൗസ് വിത്ത് ബാൾസ് ഇൻ കിച്ചൺ. റെഡി അല്ലേ? ഗ്രറ്റ റിപ്ലൈഡ് പോസിറ്റീവ്ലി എന്ന് പറയേണ്ടി വരും. എന്നിട്ട് അവളോട് ചോദിക്കുക ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് മാറ്റണം, പിന്നെ റിപ്പോർട്ടിംഗ് വെർബ് മാറ്റണം. ആൻഡ് ആസ്ക്ഡ് വൈ ഹി വാസ്, പാറ്റേൺ മാറുന്നത് ശ്രദ്ധിക്കണേ. ഹി വാസ് റൈറ്റിംഗ് ഓൾ ദാറ്റ് ഡൗൺ. ഒക്കെ ക്ലിയർ ആണ് മക്കളെ? വളരെ സിമ്പിളാണ് കേട്ടോ. നോക്കി ചെയ്തല്ലോ. നൗ മാർച്ച് 2018 നല്ലോണം വായിച്ചു നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമാ? ഈ വാക്കുകളുടെ ശരിയായ രൂപം വെച്ച് എഴുതുക വേണ്ടത്. ഒക്കെ സിമ്പിളാണ്. നമ്മളൊക്കെ ഇഫ് ക്ലോസ് ആണ്. എല്ലാത്തിലും പൊതുവിൽ ഇങ്ങനെ വരുന്ന കുറേ എണ്ണം ഇഫ് ക്ലോസ് ആണ്. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ അത് വരികയാണെങ്കിൽ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വായിച്ചു നോക്കിയാണ്ട് എഴുത് ചെയ്യല്ലോ. ഇഫ് യു കോൺഫിഡൻറ്റ് ഇനഫ് ദ ഷാക്കിൾസ് ഓഫ് അൺസർട്ടിനിറ്റി യു വിൽ ബി എന്നാണ്. യു വിൽ ബി നോക്ക്, മെയിൻ ക്ലോസ് വിൽ ബി ആണ്. അപ്പോൾ ഇവിടെ എന്താ വേണ്ടി വരിക? ബീൻ്റെ പ്രസൻറ്റ് ഫോം ആക്കേണ്ടി വരിക. ബീൻ്റെ രൂപങ്ങൾ ഏതൊക്കെയാണ്? ഈസാമ ആണ് പ്രസൻറ്റ്, വാസ്വർ നമുക്കറിയാം 5 രൂപ അറിയാലോ. V1 ബി ആണ്. നെക്സ്റ്റ് സിമ്പിൾ പ്രസൻറ്റ് ആകുമ്പോൾ ഏതാ വരിക? ഈസാമാർ ആണ്. V2 ആകുമ്പോൾ വാസ്വർ ആണ്. അതുപോലെ തന്നെ പിന്നെ പെർഫെക്റ്റ് ആകുമ്പോൾ നമുക്കറിയാം ബീനാണ്. കണ്ടിന്യൂസ് ആകുമ്പോൾ ബീങ് ആണ്. ഒക്കെ നമുക്കറിയുന്നതാണ്. 5 രൂപങ്ങൾ തലയിലുണ്ടാണ്, ഓർമ്മ ഉണ്ടാണ്. ഇപ്പോൾ ഇവിടെ യു ആകുമ്പോൾ ഈസോ ആമോ ആറ് ഏതാ പറ്റുക? ആറാ പറ്റുക. റെഡിയല്ലേ? ഇനി അടുത്തത് ഇവിടെ അങ്ങനെ നോക്ക്. യു വുഡ് ലേൺ എന്നാണ്. വുഡ് ലേൺ എന്നാകുമ്പോൾ നമുക്കറിയാം ഇത് വുഡ് പ്ലസ് V1 ആണ്. രണ്ടാമത്തെ കണ്ടീഷനാണ്. അപ്പോൾ അവിടെ V2 അല്ലേ വേണ്ടത്? ഫെയിൽഡ് എന്നാണ്. V2 അറിയാലോ. ഇഫ് യു പാസ് എന്നാണ് ഇവിടെ ഉള്ളത്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇവിടെ പാസ് എന്നാവുമ്പോൾ ഇവിടെ ബാക്കി നമ്മൾ അടുത്ത മെയിൻ ക്ലോസ് ഏതാ നോക്കണം? വുഡ് ഹാവ് ബീൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് V3 മൂന്നാമത്തെ രൂപമാണ്, മൂന്നാമത്തേതാണ്. അപ്പോൾ ഇവിടെ ഏതാ വേണ്ടി വരിക? ഹാഡ് പ്ലസ് V3 ആണ്. ഹാഡ് പാസ്റ്റ് ഇതിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ സാറ്റ് എന്നാ വേണ്ടി വരിക. ക്ലിയർ ആണല്ലോ? സാറ്റിസ്ഫൈഡ്, ഹാവ് ബീൻ സാറ്റിസ്ഫൈഡ് വിത്ത് ദോസ് ആൻഡ് സാറ്റ് എന്നാ പറയേണ്ടി വരും. റെഡി അല്ലേ? ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ആണ് കേട്ടൊന്ന് മനസ്സിൽ കളയരുതേ. റൈറ്റ്, നെക്സ്റ്റ് എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. നന്നായിട്ട് വായിച്ചു നോക്കുക, തെറ്റ് കണ്ടെത്തുക ചെയ്യുക. വളരെ ഈസിയാണ് ഇതൊക്കെ. നിങ്ങൾ മനക്കെട്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. റെഡി? ചെയ്തോളൂ. ഒറ്റയ്ക്ക് പോസ് ചെയ്തിട്ട്. റെഡി? നോക്കണേ. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഒരു ബുക്കിൻ്റെ പേരാ. പീസ് പറ്റുമോ? അല്ല, 6 പറ്റുമോ? ഒറ്റ സിംഗുലർ ആണത്. പീസേ പാടുള്ളൂ. എ സ്റ്റോറി റോട്ട് എന്നല്ല പറയുക. എഴുതപ്പെട്ടാന്നാവുമ്പോൾ റിട്ടൺ എന്ന് പറയണം. ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ. ഇറ്റ് സ്പീക്ക് എന്ന് പറയും. ഇറ്റാകുമ്പോൾ തേർഡ് പേഴ്സൺ ആണ്. സ്പീക്സ് വേണം. അബൌട്ട് സെൽഫ്ലെസ് ലവ് ഓഫ് എ 14-year-old ഗേൾ ടുവാർഡ്സ് എ ഫാമിലി. ദ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദോ ഷീ സാക്രിഫൈസസ് ഓൺലി എ ഷീലിംഗ് ഇറ്റ് ഹാവ് എന്ന് പറയുമോ? ഇല്ല, കോൺകോഡ് നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഹാസ് എന്നേ പറയുള്ളൂ. എ ഫാർ ഗ്രേറ്റർ വർക്ക്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് കനോട്ട് ബി ഇത് പാസീവ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ അവിടെ എന്തേ പാടുള്ളൂ? V3 പാടുള്ളൂ. മെഷേർഡ് എളുപ്പമാണ് കുട്ടികളെ. നേരത്തെ വായിച്ചതൊക്കെ കിട്ടിയിട്ടോ.
നോക്കണേ, ഈസ് ആണ്, റിട്ടൺ ആണ്, സ്പീക്സ് ആണ്, ഹാസ് ആണ്, മെഷർ. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അതായത് സിംഗുലർ ആയതുകൊണ്ടാണ് ഈസ്. റിട്ടൺ എന്ന് പറഞ്ഞാൽ അതായത് എഴുതപ്പെട്ടാൽ അർത്ഥം വരുത്തണമെങ്കിൽ റിട്ടൺ വേണം. ഇറ്റ് ആകുമ്പോൾ സിംഗുലർ തേർഡ് പേഴ്സൺ ആണ്, എസ് ചേർക്കണം. ഇറ്റ് ഹാസും അതേ റൂളാണ്. മെഷേർഡ് കനോട്ട് ബി മെഷേർഡ് ആകുമ്പോൾ B+V3 ആണത്. ഒബ്ജക്റ്റ് പ്ലസ് B+V3 ആണ്. ഒബ്ജക്റ്റ് പ്ലസ് മോഡൽ പ്ലസ് B+V3. അത് പാസീവ് കൺസ്ട്രക്ഷനുകൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. റൈറ്റ് ഡിയേഴ്സ്. 2017. On seeing his friends Ivan and Birking, Aliokin made the following comments. അവർ പറയുന്നതാണ്, ഡയലോഗ് റിപ്പോർട്ട് ചെയ്യാനാണ്. യു കനോട്ട് ഇമാജിൻ ഹൗ ഗ്ലാഡ് ഐ ആം ടു സീ യു ജെന്റിൽമാൻ. അലിയോക്കിനാ പറയുന്നത്. കമ്മിങ് ആഫ്റ്റർ ദം ഇൻ ടു ദ ഹാൾ. ഇത് റിപ്പോർട്ടിംഗ് അല്ല കേട്ടോ, നമ്മൾ ഇൻവെർട്ട് കോമായിട്ടത് മാത്രം മാറ്റിയാൽ മതി. പല്ലഗയ ഹി സെഡ് ടു ദ മെയ്ഡ്, ഗീവ് മൈ ഫ്രണ്ട്സ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്. ദെൻ വാക്കിംഗ് ടു ദ ബാത്തിങ് ഷർട്ട് ഹി ആസ്ക്. അത് റിപ്പോർട്ട് ഇത് മാത്രം മാറ്റേണ്ടതുള്ളൂ. വുഡ് യു ലൈക്ക് ടു കം ടു ദ ബാത്തിങ് ഷർട്ട്. അപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്കറിയാം. പിന്നെ എന്താണ് ആദ്യത്തത്? ഇത് അസർട്ടീവാണ്, ഇത് ഇമ്പററ്റീവാണ്, ഇതതുപോലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കൂല നിങ്ങൾ? ചെയ്യേ. റൈറ്റ്. കമ്മിങ് ആഫ്റ്റർ ഇവാൻ ആൻഡ് ബർക്കിൻ. അത് ആഫ്റ്റർ ദം രണ്ടും കൂടി ചേർത്തിട്ടാണ് ദം എന്ന് വേണമെങ്കിൽ പറയാം. ഇൻ ടു ദ ഹാൾ. അലിയോക്കിൻ ഹാൾഡ്. നോക്കണേ, ഇവിടെ മാറ്റം ശ്രദ്ധിക്കട്ടോ. യു എന്നുള്ളത് ദേ ആവും. കനോട്ട് കുഡ് നോട്ട് ആവും. കുഡ് നോട്ട് ഇമാജിൻ, പിന്നെ ഇമേജിൻ മാറ്റരുതേ. ക്യാൻ ഇമാജിൻ എന്നുള്ളത് കുഡ് ഇമാജിൻ ആയാൽ മതി. ഹൗ ഗ്ലാഡ് ഹി വാസ് ടു സീ ദം. ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ? എളുപ്പമാണ്. ഹി ദെൻ. അടുത്തത് നമ്മൾ ഇതാ മാറ്റാൻ പോണ്. ആരോടാ പറഞ്ഞത്? ടോൾഡ് പല്ലഗയ ദ മെയ്ഡിനോടാ പറഞ്ഞത്. എന്തിനത് ഇമ്പർട്ടീവ് ആകുമ്പം ടു ഗീവ് ഹിസ് ഫ്രണ്ട്സ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്. ടു ഗീവ് ഹിസ് ഫ്രണ്ട്സ് എ ചേഞ്ച് ഓഫ് ക്ലോത്ത്സ്. റെഡി അല്ലേ? ദെൻ വാക്കിംഗ് ടു ദ ബാത്തിങ് ഷെഡ് ഹി ആസ്ക്ഡ്. എന്താ ചോദിച്ചത്? ആസ്ക്ഡ് ദം. ഇവരോട് ചോദിക്കണേ, ഇവാനോട് ബർക്കിനോട് ചോദിക്കണത്. എന്താ ചോദിക്കണത്? വെദർ ദേ വുഡ് ലൈക്ക് ടു ഗോ ദ ബാത്തിങ് ഷെഡ്. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വെദർ വെച്ചു, ഇഫും വെക്കാം. ദേ വുഡ് ലൈക്ക് ടു കം ടു ദ ബാത്തിങ് ഷെഡ്. റെഡി അല്ലേ? വെദർ ദേ വുഡ് ലൈക്ക് ടു ഗോ ടു ദ ബാത്തിങ് ഷെഡ്. റെഡി അല്ലേ? വുഡിൻ്റെ ആയാലും കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. നൗ നെക്സ്റ്റ് വൺ ഈസ്, നോക്കണേ, കോസീസ് വേസസ് വെക്കാനാണ്. നല്ലോണം വായിച്ചു നോക്കിയിട്ട് ചെയ്യണം. ഡാഷ് ബ്രീഫിംഗ് എ ബലൂൺ ജേർണി വിച്ച് ദേ വേർ ജസ്റ്റ് അബൌട്ട്. നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം, സിമ്പിളാണ്. വായിച്ച് നോക്കണേ. ഇത്ര എഴുതിയോ? ദിസ് ഇസ് ദ ആൻസർ. ആഫ്റ്റർ ബ്രീഫിംഗ് എന്നവിടെ പറ്റുള്ളൂ, ശേഷം എന്നേ പറ്റുള്ളൂ, നമുക്കറിയാതെ. About to start, the pilot said there are no seats, forget seat belts, no emergency exit, no engines, no life jackets or oxygen mask, only a landing stance that one must take when told to do so. The destination is unknown, probably എവിടേക്ക് പോകുമെന്ന് അറിയില്ല. an open field, ഒരു പക്ഷേ അവിടെ ആവാനുള്ള സെൻസാണ്. somewhere on the outskirts of the town. while the takeoff is smooth and. ഇവിടെ വൈലും ബട്ടൊക്കെ നമ്മൾ കോൺട്രാസ്റ്റ് ഉപയോഗിക്കുന്ന, രണ്ടും ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ടാണത്. അതേപോലെ ഇതും അതേപോലെയുള്ളതാണ്. റെഡി അല്ലേ? ചെയ്യാൻ പറ്റുമല്ലോ? ഇപ്പോൾ ക്ലിയർ ആണ്, ഉത്തരങ്ങൾ ശരിയായിരിക്കും. നൗ 2016 നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ലിങ്കർ വെക്കാനാണ്. ദ മോൺസ്റ്റർ ടെറർ സീസ്ഡ് ഹിം. ഇവിടെ എന്താ വേണ്ടി വരിക? ആഡ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഏതാ വെക്കുക? നമുക്കറിയാം. ഇതിൽ ഹീ കുഡ് ഹിയർ നത്തിങ്. ഇവിടെ അതേപോലെ കോൺട്രാസ്റ്റിൻ്റെ രൂപത്തിലാണ്, അല്ലാതെയുള്ള സെൻസാണ്. അല്ലെങ്കിൽ പക്ഷേ എന്നുള്ള സെൻസാണ്. ഇപ്പോൾ ഏതാ വരിക? ആദ്യത്തത് ആൻഡ് ആണ്, രണ്ടാമത്തെ ബട്ടാണ്. ക്ലിയർ ഡിയേഴ്സ്? നെക്സ്റ്റ് വൺ ഈസ്, ഇത് റിപ്പോർട്ട് ചെയ്യാനാണ്. ഗുപ്ത, ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദർ? നോ സർ, ഐ ഡു നോട്ട് നോ ഹർ ടു സ്പീക്ക് ഓഫ്. I have noticed she has a lunch here on Saturdays. Doesn't she come on any other day? I never see her on other days. ചെയ്തു നോക്കുന്നു. Okay, I think you have done it, right?
ഫസ്റ്റ് yes or no question ആണ്. Then what to be the answer? Gupta asked the waitress whether she knew, നോക്കണേ, whether or yes, if or whether, she, no, past പിന്നെ present ആണ്, knew the girl who was sitting over there. വാസ് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു വാസ് സിറ്റിംഗ്, ഹാഡ് ബീൻ സിറ്റിംഗ് ആവണം നമ്മൾ പറഞ്ഞു, ഹാഡ് ബീൻ സിറ്റിംഗ് ഓവർ ദർ. ക്ലിയർ. നെക്സ്റ്റ് വെയിട്രസ് നോ സർ, അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ സെൻസിലായതുകൊണ്ട് നമ്മളിങ്ങനെ മാറ്റണം, നല്ലോണം ശ്രദ്ധിക്കണേ. ടു വെയിട്രസ് റിപ്ലൈഡ് നെഗറ്റീവ്ലി, നോ നമ്മൾ മാറ്റി, എന്നിട്ട് ആൻഡ് സെഡ് ദാറ്റ് ടു സ്പീക്ക് ഓഫ് ഷീ ഡിഡിൻറ്റ് നോ ഹെർ, ഇതാണ് മാറ്റിയത്. പിന്നെ ആൻഡ് ദാറ്റ് she had noticed she had lunch there on Saturdays. മാറ്റി മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് ഗുപ്ത again asked whether she didn't come on any other days, right? any other days and yes and sorry any other day, അത്രേ ഉള്ളൂ, any other day. Then waitress replied that she never saw her on other days. ഇവിടെ yes ഉള്ളത് കേട്ടോ, റൈറ്റ്. ക്ലിയർ ആണ്, ഒന്നുമില്ല, ഒന്നും ആലോചിക്കാനുള്ള എളുപ്പമാണ്. ഗുപ്ത ആസ്ക്ഡ് ഇത് ഈ സ്വർണ്ണ ക്വസ്റ്റൻ ആകുമ്പോൾ ഇഫോ വെതറോ വെച്ചു. ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ ഈ ക്ലോസ് അവരെക്കുറിച്ച് പറയുമ്പോൾ എന്നുള്ള സെൻസ് പറയുമ്പോഴാണ്, അതുകൊണ്ട് തലക്ക് കൊണ്ടുവന്നത് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? നൗ next question, read the following excerpt from ഈ സൊസൈറ്റി ജഡ്ജ്. there are 4 errors, 4 തെറ്റുകളുണ്ടെന്ന് കറക്റ്റ് പറയുന്നുണ്ട്. അപ്പം അത് കണ്ടെത്തി ചെയ്താൽ മതി. ചെയ്തു നോക്കൂ. റൈറ്റ്, നോക്കണേ. വാട്ട് വി ഡു, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്താ? വാട്ട് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി കഴിഞ്ഞിട്ട് ഏതുണ്ടാവുക? സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ വരിക വാട്ട് ഡു വി ഗെറ്റ് എന്നാവാണ്ട്, അറിയാലോ. The chance to slip away for a while from everydayness. ഇവിടെ ഒരു ആർട്ടിക്കിളിൻ്റെ കുറവുണ്ട്. ഏതാ വേണ്ടത്? ദ everydayness എന്ന് വേണം. To give your lives its own soundtracks, to still the monotony of the commute, to listen more closely and carefully on music. Listen കഴിഞ്ഞിട്ട് on പറയോ? എന്താ പറയേണ്ടത്? To music എന്നാ പറയേണ്ടത്. That can lift you up and can keep you go എന്നല്ല പറയാ, ഗോ എന്നല്ല ഗോയിങ് എന്നാ പറയേണ്ടത്. റെഡി അല്ലേ? നോക്കൂ, ഹൗ ഡു വി എന്നാ വേണ്ടത്, ഫ്രം ദ എവർഡൈനൈസ് വേണം. അതുപോലെ കെയർഫുള്ളി ടു മ്യൂസിക് എന്നാ പറയാം. ടു എത്ര സിമ്പിളാണ് മക്കളെ. ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് കവേർഡ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ അത് നന്നായിട്ടൊന്നും കൂടി ചെയ്ത് നോക്കിയാൽ ഐ ആം ഷുവർ ദാറ്റ് യു വിൽ ഗെറ്റ് full score from this grammar part. Best of luck. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചെയ്താൽ ഗ്രാമർ പാഠങ്ങളൊക്കെ ഒരുപാട് ഗ്രാമർ പാഠങ്ങളും മറ്റു കാര്യങ്ങളും ഇംഗ്ലീഷിൽ എൻട്രി ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ വിടും. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. മീറ്റ് അഗെയിൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.